ചൈനയ്ക്കെതിരെ കൗണ്ടറായിട്ട് രൂപീകരിച്ച സംഭവമാണ് ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും അമേരിക്കയും എന്നുള്ള കോഡെന്ന്. അതിൻ്റെ അകത്ത് ഇന്ത്യക്ക് വലിയ പ്രാധാന്യം കിട്ടി. ഈ കോഡെന്ന് പറയുന്ന സംഭവം ചൈനയ്ക്കെതിരെയാണ്. അപ്പോൾ ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ കോഡ് ഇല്ലാതായി, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയി. അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും, അതായത് ഇന്ത്യയുടെ മറൈൻ, അതായത് നേവിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും, ഇന്ത്യൻ ജയശങ്കർ കഴിഞ്ഞിടയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് പഴയ ഉണ്ടായ ഇന്ത്യൻ നേവിക്ക് അവർ പുതിയ വെസൽസ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ പുല്ലെല്ലാം പോകും, ഇത് സീറോയിലായി മാറും. അതായത് ഈ രണ്ട് രാജ്യങ്ങളും വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ് അമേരിക്കൻ ടെക്നോളജിയോടുകൂടി ഇൻഡോ പസഫിക് മേഖലയിൽ നടത്താനുള്ള പ്രോജക്റ്റുമായിട്ട് കോഡിന് അതോടെ പ്രസക്തി ഇല്ലാതായി. അതായത് ചൈന അമേരിക്ക ഒന്നായി. നിങ്ങൾ മനസ്സിലാക്കണം, ചൈന അമേരിക്ക അടിയുണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ത്യക്ക് പ്രയോജനം കിട്ടുന്നത്. ആ പ്രയോജനം ഇവർ തമ്മിൽ ധാരണയായിക്കഴിഞ്ഞാൽ ഈ ടാരിഫിൻ്റെയും തായ്വാൻ്റെയും അതേപോലെ അമേരിക്കയ്ക്കെതിരെയുള്ള പല പരിപാടികളും പ്രോജക്ട്സുകളും ചൈന ഒരു താൽക്കാലികമായി നിർത്തുകയാണെങ്കിൽ അമേരിക്കൻ അലയൻസ് പാർട്ട്ണർ, അതായത് ജപ്പാനാണെങ്കിലും കൊറിയ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളോട്ടുള്ള പ്രശ്നം ഇവർ സെറ്റിൽ ചെയ്ത് തീരുകയാണ്. അതാണ് ടാരിഫുമായി ബന്ധപ്പെട്ട് തായ്വാനുമായിട്ടുള്ള ഈ മറ്റുള്ള ഇഷ്യൂകളെല്ലാം പറഞ്ഞ് ധാരണയാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം, ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പുരോഗതിക്ക് ഡീറെയിൽ ചെയ്യും. അതിനകത്തൊന്ന് ഞാൻ കോഡിൻ്റെ കാര്യം, രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കോവിഡിന് ശേഷമാണ്, നേരത്തെ ട്രംപ് ഇരുന്ന ശേഷവും കോവിഡിന് ശേഷവുമാണ് ഈ ചൈനയിലുണ്ടായ അമേരിക്കൻ കമ്പനികൾ, അതായത് അവിടെ ഔട്ട്സോഴ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പല കമ്പനികൾ, ഇൻക്ലൂഡിങ് ഫോക്സ്കോൺ, ഐഫോൺ ഉണ്ടാക്കുന്ന മറ്റുള്ള കമ്പനികൾ, അതേപോലെ ഫാർമ കമ്പനികൾ, ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം അമേരിക്കൻ നിർദ്ദേശമായിരുന്നു ഈ കമ്പനികളോട് ഇന്ത്യയിലോട്ട് അവരുടെ മാനുഫാക്ചറിങ് ഹബ്ബ് ഷിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഇന്ത്യയിലോട്ടോ, അല്ല ഇന്ത്യയുടെ ഇത് കണ്ടിട്ടൊന്നുമല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലൊക്കെയാണ് അമേരിക്ക ഇന്ത്യയിൽ സഹായിച്ചത്. ഉറപ്പായിട്ടും ചൈനയെ ഐസൊലേറ്റ് ചെയ്യാനും അവർക്കെതിരെ ഇന്ത്യയെ ഒരു വലിയ ശക്തിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്ക ഗെയിം കളിച്ചത്.